ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ മട്ടൻ്റെ കാലും ബോട്ടിയും കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് മട്ടൻ്റെ ബോട്ടിയും കാലൊക്കെ റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അത് ചെറിയ ഒരു മോഡലായിട്ടൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അറബിക്ക് ഇഷ്ടമാണ് ബോട്ടി കറി, ബോട്ടി ഫ്രൈ അങ്ങനെ. പിന്നെ ഒരു സ്പെഷ്യൽ ബോട്ടി ഫ്രൈ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. എല്ലാം റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ പുഴുങ്ങണം. പുഴുങ്ങി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കതിൽ മഞ്ഞൾപ്പൊടിയും ഇലയും ഉപ്പും ഇട്ട് നല്ലോണം പുഴുങ്ങിയെടുക്കുക. നല്ല വേവക്കത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഉപ്പ് ആവശ്യത്തിനിടുക. ഏലക്ക, പട്ട, ഗ്രാമ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ പുഴുങ്ങുന്നുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് നമുക്ക് നേരെ പ്രത്യേകം അതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ആക്കണം. അതിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഒരു ഫ്രൈ പാൻ വയ്ക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്കൊന്ന് വശക്കിയെടുക്കുക. പിന്നെ അതിൽ ഏലക്കയും ഗ്രാമ്പും തക്കോലം അങ്ങനത്തെ മസാല ഐറ്റംസൊക്കെ കൂടെ ഇട്ടാണ് ഞാൻ വശക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടി കിട്ടണം. ഒന്ന് ബ്രൗൺ കളറായി. ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ബോട്ടിയും കാലെല്ലാം കൂടെ അതിൽ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിൽ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അതിൽ മസാല ഇടണം. ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കി ഇടുന്നുള്ളൂ. അതിൽ നമുക്കിടാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറി മസാല, മട്ടറാസപ്പൊടി എന്ന് പറയും ഇവിടുത്തെ, കറി മസാല ഇട്ട് മതി. നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പ് നമ്മൾ നോക്കിക്കൊള്ളണം കേട്ടോ. ഉപ്പ് പാകത്തിനുണ്ടാകും നോക്കണം. നമ്മൾ പുഴുങ്ങുമ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, നോക്കുക. വേറെ മസാല ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മട്ടൻ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അറബിക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ.